ഇതാണ് ഇത്ര വലിയ ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞത്? രോഗിയെ നോക്കാൻ നിൽക്കുന്ന ആള് കൊള്ളാം. അതല്ല, മമ്മിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്, ആഹാരം ഒന്നും കഴിക്കുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ അങ്ങനെയൊക്കെയാ. ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. 2 ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവാന്നാ പറഞ്ഞത്. Hey Gilroy, come on. Catman. Aarti idale. Hey, help us. Take these things. Will you? Don't miss anything. ഡ്രൈവർ ഞാനിപ്പോ വരാം. Don't disturb mummy. Let mummy sit. മമ്മി, ഞാൻ ടാക്സി വെച്ചിട്ട് വരാം. മമ്മി എവിടെയാ ഓപ്പറേറ്റ് ചെയ്തത്? ദാ ഇവിടെ. Is it painful, mummy? ഓ, ഐ വാസ് അൺകോൺഷ്യസ്. ബോധമില്ലാത്തപ്പോ ഒന്നും അറിയില്ലല്ലോ മോനെ. മമ്മി ബോധമില്ലാത്തപ്പോ ഡ്രീംസ് കാണുമോ? നോട്ട് എക്സാക്ട്ലി ഡ്രീംസ്. നിറങ്ങൾ ചുവപ്പ്, പച്ച, നീല, പിന്നെ ഒന്നും അറിയില്ല മോനെ. Hey, let mummy take rest. Come on. ശബ്ദം ഉണ്ടാക്കരുത്. ഓക്കെ ഓക്കെ ഓക്കെ. മതി മതി, നടക്കൂ. താങ്ക് യു. മോനെ, ഇപ്പൊ തന്നെ ലേറ്റ് ആയില്ലേ? ഇവിടെ കിടന്നിട്ട് നാളെ പോയാ പോരെ? ഇല്ല മമ്മി, ഞാൻ രാവിലെ വരാം. ഇവിടെ കിടക്കാലോ ചാർലിക്ക്. ബെറ്റി, എന്നെ ചാർലിന്ന് വിളിക്കരുത്. പിന്നെ എന്താ വിളിക്കേണ്ടത്? എനിക്ക് ബെറ്റിയൊക്കെ പ്രായ കൂടുതലല്ലേ? ആ, ശരി, ചാളിച്ചാന്ന് വിളിക്കാം. ദാറ്റ്സ് ഫൈൻ. ദാ മോനിതൂടെ കഴിക്കും. ഹലോ. ഹായ്. ആ, ചാളിച്ചൻ വന്നല്ലോ. മുഴുവനും പൊടി പിടിച്ചു. കുറച്ചു ദിവസം അടച്ചിട്ടിരുന്നല്ലേ. സഹായിക്കണോ? വേണ്ട, കഴിഞ്ഞു. മമ്മി എവിടെ? കിടക്കുന്നു. ഇപ്പൊ ചോദിച്ചേ ഉള്ളൂ ചാളിച്ചൻ വന്നില്ലെന്ന്. വരൂ. ഇതായിരുന്നു ചാളിയുടെ മുറി. കണ്ടിട്ടില്ലല്ലോ. തുറക്കാറേ ഇല്ല. എത്ര ദിവസമായി ഈ ജുബ്ബ ഇടാൻ തുടങ്ങിയിട്ട്? ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. ഞങ്ങളൊക്കെ അല്പം വൃത്തിയായിട്ട് നടക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടത്തില. ഓഹോ. അഴിക്ക്.
ഞാൻ അലക്കിത്തരാം. വേണ്ട ബെറ്റി, സാരമില്ല. സാരമുണ്ട്. ഇതാ ഇതിട്ടുള്ളൂ. വേണ്ട ബെറ്റി. ആ അപ്പോ അത്രയ്ക്കേ ഉള്ളല്ലേ? മനസ്സിലായി. അകല് ബൗൾ ചെയ്യാൻ അറിഞ്ഞോളാം. പിടിച്ചോ. Hey, who hit the ball inside? ചോദിച്ചു കേട്ടില്ലേ? Who hit the ball inside? അവരറിയാതെ അടിച്ചതാ. എന്തറിയാതെ? നിങ്ങൾക്ക് നാണമില്ല ഈ കൊച്ചുകുട്ടികളുടെ കൂടെ കളിക്കാൻ? We are not കൊച്ചുകുട്ടികൾ. We are big. David man, give the ball. Hey, Brito, you are going too much. I will tell your mummy. Go and tell ya. Bah. Hey, Brito, what's that? Nothing, Andy. വഴക്കുണ്ടാക്കരുത്. ആ വാ കളിക്കാം. Yes. അങ്കിളിനെ ബൗൾ ചെയ്താൽ മതി. Hurry up, hurry up. ദാ വരുന്നു. മമ്മി, ഞാൻ പോയിട്ട് വരാം. ഇനിയിപ്പോ രാത്രി ഫുഡ് കഴിച്ചിട്ട് പോയാ പോരെ മോനെ? ഇല്ല മമ്മി, ആഹാരം ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. പോയിട്ട് അത്യാവശ്യമുണ്ട്. 5:30 ബോട്ടുണ്ട്. ചാർലിക്കൂടെ ബോറടിച്ചു തുടങ്ങിയല്ലേ? അയ്യോ, എന്താ മമ്മി അങ്ങനെ പറഞ്ഞത്? ഞാൻ രാവിലെ വരാം. ഇറ്റ്സ് ലെഫ്റ്റ് യു. മമ്മി ഞാനിന്ന് ഷോപ്പ് വരെ പോയിട്ട് വരാം. സാധനം വല്ലതും വാങ്ങാനാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു തന്നിട്ട് പോവാം. വേണ്ട, ബോട്ട് 5:30ക്കല്ലേ? അത് സാരമില്ല, 5 മിനിറ്റ് മതി, ഞാൻ വാങ്ങിച്ചിട്ട് വരാം. വേണ്ട ചാളിച്ച, എനിക്കൊന്ന് അടക്കുകയും ചെയ്യാം, അല്പം കാറ്റും കൊള്ളാം. ഞാൻ ഇതൊന്ന് മാറ്റിട്ട് ഇപ്പൊ വരാം. അപ്പൊ ശരി പറ്റി. ഞാനും ആ വഴിക്ക് തന്നെയാ. അവിടെയല്ലേ മാർക്കറ്റ്? വരൂ. ആ. ദാ ബോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ. ബെറ്റി എന്നതിന് പൊക്കോളൂ. ഏയ്, ഞാൻ ചാളിച്ചിനെ കയറ്റി വിട്ടിട്ടേ പോകുന്നുള്ളൂ. അത്രയും സമയം എനിക്കിവിടെ നിന്ന് കാറ്റ് കൊള്ളാമല്ലോ. വേണ്ട പറ്റി, നേരെ സന്ധ്യാറായി. അതിനെന്താ, ഇവിടെ എനിക്ക് പരിചയമുള്ള സ്ഥലമല്ലേ. ചാളിച്ചൻ ബോട്ടിൽ കയറിക്കോളൂ. ചെല്ല്. ബെറ്റി, ബെറ്റിയോട് ഒറ്റയ്ക്ക് നിൽക്കണ്ട. ബെറ്റി പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. മനസ്സിൽ പലതും മറച്ചുവെച്ച് പുറത്ത് സ്നേഹവും ആത്മാർത്ഥത അഭിനയിക്കുന്നവരോട് എനിക്ക് വെറുപ്പാണ്. ബെറ്റി, 15 പൈസ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും ബോട്ടിൽ കയറി അക്കരെ പോകുന്നതും ഒന്ന് അറിഞ്ഞിരിക്കാവില്ലോ എന്ന് കരുതി വന്നതാ. പഠിച്ചിരിക്കേണ്ട ഞാനും മമ്മി ഞാനും ഉള്ള വീട്ടിൽ ഒരു ദിവസം 20 രൂപയും 30 രൂപയും ഭക്ഷണത്തിന് വേണ്ടി മാത്രം ചെലവാകുന്നുണ്ട്. അത് കൂടുതലാണെങ്കിൽ കുറയ്ക്കണ്ടേ? എന്തിനു ചാളിച്ച എന്നോടും മമ്മിയോട് ഇത് കാണിക്കുന്നത്? ഇതിനു വേണ്ടിയാണോ എന്നെ കൊണ്ട് ചാളിച്ചാന്ന് വിളിപ്പിച്ചത്?
ഇതിനു വേണ്ടിയാണോ മമ്മിയുടെ കൈ പിടിച്ച് പറഞ്ഞത് മരിച്ചുപോയ മകൻ ചാളിയാണെന്ന്? വിഷമമുണ്ട് ചാളിച്ച, വലിയ വിഷമമുണ്ട്. ബെറ്റി, വേണ്ട, ഞാൻ പോയിക്കൊള്ളാം. ബെറ്റി, ബെറ്റി, എന്നെ മനസ്സിലാക്കണം ബെറ്റി. ഇരുട്ടിനുമുണ്ട് ഒരു നീല വെളിച്ചം. സ്നേഹിക്കാൻ കഴിയുള്ളവർക്കേ അത് കാണാൻ പറ്റൂ. ബെറ്റിക്കറിയോ, ഒന്ന് പുലരാൻ കാത്തിരിക്കുകയാണ് ഞാൻ. അവിടെ വരാൻ, ബെറ്റിയെയും മമ്മിയെ ഒന്ന് കാണാൻ. പിന്നെ അതെങ്ങനെ പറയണം, പറയാമോ, അത് ശരിയാണോ, എനിക്കറിയില്ല ബെറ്റി. ഒരുപക്ഷെ എന്റെ കോംപ്ലക്സ് ആയിരിക്കാം. സത്യം അതാണ് മോളെ. ചാളിച്ച, താങ്ക് യു. മമ്മി, നമുക്കിതുപോലെ ഒരു തട്ട് തുടങ്ങിയാലെന്താ? കപ്പലിലിരിക്കാനല്ല, ടൗണിലൊക്കെ ദോശ വെക്കുന്ന തട്ട് കണ്ടിട്ടില്ലേ? അതുപോലൊരു തട്ട് ഒന്ന് ട്രൈ ചെയ്താലോ? ഓക്കെ. ഇത് ബെറ്റിയുടെ കല്യാണത്തിന്. ഇത് ചാളിച്ചന്റെ കല്യാണത്തിന്. അയ്യോ അല്ലല്ല, ഞാന് ഒരാൾക്ക് കുറച്ച് രൂപ കൊടുക്കാനുണ്ട്. ആർക്കാ ചാളിച്ച? ഒരു വലിയ മനുഷ്യന്. ഇപ്പൊ ഇത്ര അറിഞ്ഞാ മതി.
ചാർലി, എന്താ മമ്മി? ബെറ്റിക്ക് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ആണോ? ആരാ മമ്മി പയ്യൻ? എനിക്കറിഞ്ഞൂടാ, ഒരു ബ്രോക്കർ കൊണ്ടുവന്നതാ. നല്ല ബന്ധമാണെന്നാണ് അയാൾ പറഞ്ഞത്. നമുക്ക് ആലോചിക്കാം മമ്മി. അതല്ല മോനെ, നാളെ അയാൾ കാണാൻ വരാന്ന് പറഞ്ഞിരിക്കുക. എന്ത് ചെയ്താ ബെറ്റി സമ്മതിക്കില്ല? അതെന്താ? എനിക്കറിഞ്ഞൂടാ. ചില സമയത്ത് അവൾ ഇങ്ങനെയാ. ഞാൻ ഈ കാര്യം പറഞ്ഞതുകൊണ്ട് അവൾ പിണങ്ങിയിരിക്കുക. മോനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം.